So in today's class, we are going to discuss series, some particular series of complex numbers. First one is Taylor series, and I hope you are familiar with Taylor series because um, it's in the real analysis case also. Now, let's first move to power series. What do you mean by a power series? An infinite series of complex numbers which are of the form sigma n equal to 0 to infinity an into z minus z naught raised to n. അതായത് ആ സീരീസിലെ ഓരോ ടേംസും സെഡിന്റെ പവേഴ്സ് ആയിരിക്കും. ഓക്കെ, എന്താണ് പവർ സീരീസ്? സോ ഇറ്റ്സ് എ നോട്ട് പ്ലസ്, അതിനെ എക്സ്പാൻഡ് ചെയ്താലും എ നോട്ട് പ്ലസ് എ വൺ ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് പ്ലസ് എ ടു ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് സ്ക്വയർ പ്ലസ് എക്സെട്ര. സോ ദിസ് ഈസ് എ പവർ സീരീസ് വിത്ത് കോഎഫിഷ്യൻസ് എ എൻ സെൻറ്റേർഡ് അറ്റ് സെഡ് നോട്ട്. ഓക്കെ, സെഡ് മൈനസ് സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ സെഡ് നോട്ട് ആണ് ഇതിൻ്റെ സെൻറ്റർ എന്ന് നമ്മൾ പറയാം. So this is a power series of complex numbers if an and z naught are complex constants and z is a variable, complex variable. Okay, ഈ ഒരു പവർ സീരീസിന് നമ്മൾ കോംപ്ലക്സ് പവർ സീരീസ് എന്ന് പറയുകയാണെങ്കിൽ ആ കോഎഫിഷ്യൻസും സെഡ് നോട്ട്സും കോംപ്ലക്സ് കോൺസ്റ്റൻസും അതുപോലെ സെഡ് വേരിയബിൾ ആണ്, അത് കോംപ്ലക്സ് വേരിയബിൾ ആണ്. ഇനി ഇതിലൊരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് പവർ സീരീസ് ആണ് ടൈലർ സീരീസ്. Okay, so Taylor series എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ let's move to a theorem. Actually that theorem explains what is a Taylor series. The theorem statement is, suppose that a function f is analytic throughout an open disk mod z minus z naught strictly less than capital R naught centered at z naught and with radius R naught. Then each point z in that disk f of z has a power series representation. F of z is equal to sigma n equal to 0 to infinity a n into z minus z naught raised to n, where അവിടെ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ്സ് ആണ്, എഫ് എൻ ഓഫ് സെഡ് നോട്ട് ബൈ എൻ ഫാക്ടോറിയൽ. അതാണ് ടൈലർ സീരീസ്. ഓക്കെ, അപ്പം എങ്ങനത്തെ ഫംഗ്ഷൻസിനാണ് ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവുക? നോട്ട് ഓൾ ഫംഗ്ഷൻസ് വിച്ച് ഇസ് അനലറ്റിക് ത്രൂ ഔട്ട് ആൻഡ് ഓപ്പൺ ഡിസ്ക്. ഓക്കെ, ക്യാപിറ്റൽ ആർ നോട്ട് റേഡിയസ് ഉള്ള ഒരു ഡിസ്കിന്റെ ഉള്ളിൽ ആ ഫംഗ്ഷൻ അനലറ്റിക് ആണെങ്കിൽ ആ ഫംഗ്ഷൻ അതിൻ്റെ ഉള്ളിൽ ആ ഡിസ്കിൻ്റെ ഉള്ളിൽ ഒരു ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാകും. ഓക്കെ, അതായത് ഏതൊരു കേസിലും ടൈലർ സീരീസ് എക്സ്പാൻഷൻ പോസിബിൾ അല്ല. നമുക്ക് തന്നിരിക്കുന്ന ആ ഓപ്പൺ ഡിസ്കിൽ ക്യാപിറ്റൽ ആർ നോട്ട് നമുക്ക് ഗിവൺ ആണെങ്കിൽ ആ ഫംഗ്ഷൻ ആ ഡിസ്കിൻ്റെ ഉള്ളിൽ അനലറ്റിക് ആണെങ്കിൽ അവിടെ നമുക്കൊരു ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാകും. ഓക്കെ, ഇനി ആ ടൈലർ സീരീസ് എക്സ്പാൻഷന്റെ പ്രത്യേകത, ആ പവർ സീരീസിൽ നമുക്കറിയാം എ എൻസ് എന്ന് പറയുന്നത് കോംപ്ലക്സ് കോൺസ്റ്റൻസ് ആണ്. പക്ഷെ അത് ടൈലർ സീരീസ് ആണെങ്കിൽ ആ എ എൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എഫ് എൻ ഓഫ് സെഡ് നോട്ട്, അതായത് nth ഡെറിവേറ്റീവ് ഓഫ് സെഡ്. അപ്പോൾ എ നോട്ട് എന്ന് പറയുന്നത് എഫ് ഓഫ് സെഡ് നോട്ട് തന്നെയായിരിക്കും. a1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് അറ്റ് സെഡ് നോട്ട് ബൈ 1 ഫാക്ടോറിയൽ. a2 എന്ന് പറയുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് ഓഫ് സെഡ് നോട്ട് ബൈ 2 ഫാക്ടോറിയൽ, ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് കോൾഡ് എ ടൈലർ series, Taylor's expansion. So we have to prove this. Okay, so അതിന് വേണ്ടിയിട്ട് assume that the function is analytic throughout an open disk mod z minus z naught less than r naught centered at z naught and radius r naught. Okay, അപ്പോൾ നമ്മൾ അസംഷൻ, അതായത് ഹൈപ്പോത്തസിസിലെ ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെറ്റ് z be any point in that disk. ഓക്കെ, ആ ഫിഗറിൽ കൊടുത്തിരിക്കുന്ന പോലെ സെഡ് എന്ന് പറയുന്നതിൻ്റെ ഇൻസൈഡിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ എടുത്തു. ഇനി നമ്മൾ സെഡിനെ കണ്ടെയ്ൻ ചെയ്യുന്ന അല്ലെങ്കിൽ സെഡ് ഇന്റീരിയർ ആയിട്ടുള്ള ഒരു ഓപ്പൺ ഒരു സർക്കിളിനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതാണ് ക്യാപിറ്റൽ സി നോട്ട്. ഓക്കെ, അപ്പം നമുക്ക് ഓൾറെഡി ഒരു ഓപ്പൺ ഡിസ്ക് ഉണ്ട് ആർ നോട്ട്, ക്യാപിറ്റൽ ആർ നോട്ട് റേഡിയസിൽ. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു സി നോട്ട് എന്ന് പറഞ്ഞ് പോസിറ്റീവ്ലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സർക്കിൾ വരച്ചു, സച്ച് ദാറ്റ് z lies inside that c naught. സി നോട്ടിന്റെ റേഡിയസ് സ്മോൾ ആർ നോട്ട് ആണ്, സെന്റേർഡ് അറ്റ് സെഡ് നോട്ട് ആണ്. നമ്മൾ ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ. നമുക്ക് കോഷ്യസ് ഇന്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യാൻ പോകുന്നത് സെഡിനാണ്. സാധാരണ കോഷ്യസ് ഇന്റഗ്രൽ ഫോർമുല എഫ് ഓഫ് സെഡ് നോട്ട് എന്ന് പറഞ്ഞിട്ടാണ് വരിക, കാരണം സെഡ് നോട്ട് ആണ് ഇൻസൈഡ് പോയിന്റ്. ഇവിടെ സെയിം ഫോർമുല സെഡ് നോട്ടിന് പകരം നമ്മൾ സെഡിന് പകരം നമ്മൾ വേറൊരു കോംപ്ലക്സ് വേരിയബിൾ എസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കോഷ്യസ് ഇന്റഗ്രൽ ഫോർമുല വെച്ചിട്ട് എന്ത് എഴുതാം? എഫ് ഓഫ് സെഡ്, അവിടെ മനസ്സിലായല്ലോ, ആ ഇക്വേഷൻ 1 നമ്മൾ കോഷ്യസ് ഇന്റഗ്രൽ ഫോർമുല അവിടെ സെഡ് നോട്ടിനെ ഒറിജിനൽ ഫോർമുലയിലെ സെഡ് നോട്ടിനെ റീപ്ലേസ് ചെയ്ത് സെഡും സെഡിനെ റീപ്ലേസ് ചെയ്തിട്ട് എസ് എന്നും കൊടുത്തു. ഓക്കെ, ഇത്രേ ഉള്ളൂ. സെയിം ഫോർമുല സെഡിനെ റീപ്ലേസ് ചെയ്ത് എസ്,
z0 റീപ്ലേസ് ചെയ്ത് z, കാരണം നമുക്ക് f of z is equal to എന്ന് പറഞ്ഞാൽ വേണ്ടത്. കോഷീസ് ഇന്റഗ്രൽ ഫോർമുല f of z0 is equal to എന്നാണ്. അപ്പോൾ നമ്മളവിടെ z0 റീപ്ലേസ് ചെയ്ത് z ആക്കി. അപ്പോൾ പിന്നെയും z വരാൻ പറ്റില്ല, അതുകൊണ്ട് z റീപ്ലേസ് ചെയ്ത് s എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് വേരിയബിൾ ആക്കി കൊടുത്തു. Then by Cauchy's integral formula, f of z is equal to 1 by 2 pi I integral over c naught f of s by s minus z ds. Okay, we just applied Cauchy's integral formula with a slight change. Now f of s by s minus z. So in denominator you have the s minus z. So take that 1 by s minus z. Okay, which is equal to just that equation 2 are പറയുന്നത് add and subtract or subtract and add z0. So 1 by s minus z0 minus of z minus z0. Take s minus z0 out. So you will get 1 by s minus z0 into 1 minus z minus z0 by s minus z0. ഒന്നുമില്ല, 1 by s നമ്മൾ ആദ്യം ജസ്റ്റ് assumption assume ചെയ്തു, hypothesis assume ചെയ്തു, f of z analytic ആണെന്ന് assume ചെയ്തു. നമ്മൾ c0 എന്ന് പറഞ്ഞൊരു പോസിറ്റീവ്ലി ഓറിയന്റഡ് സർക്കിൾ കൺസ്ട്രക്ട് ചെയ്തു. എന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് f of z is equal to എന്താണെന്ന് Cauchy's integral ഫോർമുല വെച്ച് എഴുതി. ഇനി അതിൽ 1 by s minus z എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, സോ അതിനെ മാത്രം നമ്മൾ പിക്ക് ചെയ്തു. ഇനി 1 by s minus z നെ നമ്മളൊരു മൈനസ് z0 പ്ലസ് z0 വെച്ചിട്ട് ബാലൻസ് ചെയ്തു. അതായത് ആഡ് സബ്ട്രാക്ട് ആൻഡ് ആഡ് z0. എന്നിട്ട് s minus z0 നെ നമ്മൾ പുറത്തെടുത്തു ഡിനോമിനേറ്ററിന്ന്. സോ യു വിൽ ഗെറ്റ് 1 by s minus z0 into 1 minus z minus z0 by s minus z0. ഇനി നമുക്കറിയാവുന്ന വേറൊരു ഫാക്ടറാണ് 1 പ്ലസ്, ഇപ്പോൾ q എന്ന് പറയുന്ന ഏതൊരു കോംപ്ലക്സ് നമ്പർ ആയാലും നോട്ട് അതർ ദാൻ 1 പ്ലസ് q പ്ലസ് എക്സെട്ര പ്ലസ് q റേസ് ടു n മൈനസ് 1 is equal to 1 minus q raised to n by 1 minus q. റീസൺ എത്രയേ ഉള്ളൂ, നിങ്ങൾ ആ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 1 മൈനസ് ക്യൂ ഇൻറ്റു ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അതായത് 1 മൈനസ് ക്യൂ ഇൻറ്റു 1 പ്ലസ് ക്യൂ പ്ലസ് എക്സെട്ര ക്യൂ റേസ് ടു n മൈനസ് 1 ചെയ്ത് നോക്കിയാൽ എന്ത് വരും? ജസ്റ്റ് അത് ചെയ്ത് നോക്കുമ്പോൾ കുറേ ടേംസ് ക്യാൻസൽ ആയിട്ട് പോകും. സോ 1 മൈനസ് ക്യൂ റേസ് ടു n തന്നെ കിട്ടും. സോ അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടും. ഇനി 1 മൈനസ് ക്യൂ റേസ് ടു n ബൈ 1 മൈനസ് ക്യൂ ഇസ് ഈക്വൽ ടു, ജസ്റ്റ് അതിനെ സെപ്പറേറ്റ് ചെയ്യാം, 1 ബൈ 1 മൈനസ് ക്യൂ മൈനസ് ക്യൂ റേസ് ടു n ബൈ 1 മൈനസ് ക്യൂ. ഓക്കെ, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന ഫംഗ്ഷൻ, നമുക്ക് ഇക്വേഷൻ 2ൽ നമുക്ക് 1 ബൈ എസ് മൈനസ് സെറ്റ് നോട്ട് ബൈ 1 മൈനസ് ക്യൂ എന്ന് പറഞ്ഞൊരു ഫോമിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ അതിനെ നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്യൂവിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. സോറി, ഓക്കെ. സോ 1 ബൈ, അപ്പം ഈ പ്രീവിയസ് റിസൾട്ടിൽ നിന്ന് 1 മൈനസ് ക്യൂ എന്ത് കിട്ടും? 1 മൈനസ് ക്യൂ ഓർ 1 ബൈ 1 മൈനസ് ക്യൂ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 1 പ്ലസ് ക്യൂ പ്ലസ് എക്സെട്ര ക്യൂ റേസ് ടു n മൈനസ് 1 പ്ലസ് ക്യൂ റേസ് ടു n ബൈ 1 മൈനസ് ക്യൂ എന്ന് കിട്ടും. ഓക്കെ, ഈ പേജിലെ ലാസ്റ്റ് ഇക്വേഷൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ലാസ്റ്റ് ഇക്വേഷനിൽ 1 ബൈ 1 മൈനസ് ക്യൂ ഇസ് ഈക്വൽ ടു 1 പ്ലസ് ക്യൂ പ്ലസ് എക്സെട്ര ക്യൂ റേസ് ടു n മൈനസ് 1 പ്ലസ് ക്യൂ റേസ് ടു n ബൈ 1 മൈനസ് ക്യൂ എന്ന് കിട്ടും. റൈറ്റ്, അതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഫസ്റ്റത്തെ ആ ഒരു ഫസ്റ്റത്തെ n ടേംസ് ഇല്ലേ, അതിനൊരു സിഗ്മ നോട്ട് സീരീസ് ഫോമിലൊക്കെ എഴുതിയാൽ സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 0 ടു n മൈനസ് 1 ക്യൂ റേസ് ടു ഐ പ്ലസ് സെക്കൻഡ് ടേമിന് അതുപോലെ ലാസ്റ്റ് ടേമിന് അതുപോലെ തന്നെ എഴുതി ക്യൂ റേസ് ടു n ബൈ 1 മൈനസ് ക്യൂ. ഇനി നമുക്ക് വേണ്ടത് z മൈനസ് സെറ്റ് നോട്ട് ബൈ എസ് മൈനസ് ക്യൂ. അപ്പോൾ ആ ഒരു ടേമിനെ നമ്മൾ ഇക്വേഷൻ 2ൽ z മൈനസ് സെറ്റ് നോട്ട് ബൈ എസ് മൈനസ് സെറ്റ് നോട്ട് എന്ന് പറഞ്ഞ ആ ഒരു ടേമിന് ക്യൂ എന്ന് കൊടുത്താൽ നമുക്ക് 1 ബൈ 1 മൈനസ് ക്യൂ ഫോമിലാണ് അത് കിടക്കുന്നത്. സോ ആ റിസൾട്ട് നമുക്ക് അപ്ലൈ ചെയ്താൽ 1 ബൈ 1 മൈനസ് z മൈനസ് സെറ്റ് നോട്ട് ബൈ എസ് മൈനസ് സെറ്റ് നോട്ട് ഇസ് ഈക്വൽ ടു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു, അതായത് ആ തൊട്ട് മുന്നേ ഈ പേജിന്റെ ഫസ്റ്റിലുള്ള ഇക്വേഷനിൽ ക്യൂവിന് പകരം z മൈനസ് സെറ്റ് നോട്ട് ബൈ എസ് മൈനസ് സെറ്റ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആ ഇക്വേഷൻ ഇങ്ങനെ റീപ്ലേസ്ഡ് ആവും. ഓക്കെ, സോ 1 ബൈ എസ് മൈനസ് സെഡ് ഇസ് ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് സെറ്റ് നോട്ട് ഇൻറ്റു അതാണ്. സോ 1 ബൈ എസ് മൈനസ് സെറ്റ് നോട്ടിനെ കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ദിസ് വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 0 ടു n മൈനസ് 1. എസ് മൈനസ് സെറ്റ് നോട്ട് ഉള്ളിൽ ഡിനോമിനേറ്ററിൻ്റെ പവർ ഐ ആണ്, പുറത്ത് 1 ആണ്. സോ z മൈനസ് സെറ്റ് നോട്ട് റേസ് ടു ഐ ബൈ
s minus z naught raised to I plus 1 plus 1 by s minus z into അവിടെ സെക്കൻഡ് ടേമിൽ ന്യൂമറേറ്ററിൽ ഒരു എസ് മൈനസ് സെഡ് നോട്ട് ഉണ്ട്. നമ്മൾ ഫുൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത് ഡിനോമിനേറ്ററിൽ എസ് മൈനസ് സെഡ്, അത് രണ്ട് ക്യാൻസൽ ആയിപ്പോൾ. സോ 1 by s minus z into z minus z naught raised to n by s minus z naught raised to n. Making this substitution 1 becomes, അതായത് ഇക്വേഷൻ 1 അപ്പം f of z is equal to 1 by 2 pi I into integral over c naught f of s into, ഇനി 1 by s minus z നെയാണ് നമ്മൾ ഈ ഒരു ഫോമിലേക്ക് എഴുതിയത്. അപ്പം 1 by s minus z ന് പകരം ഈ ഒരു ഫുൾ ഒരു ബിഗർ ഇക്വേഷൻ അല്ലെങ്കിൽ ബിഗർ സമ്മേഷൻ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 2 pi I into integral over c naught f of s by, ഇനി നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഫസ്റ്റ് ടേമിൽ സിഗ്മ i is equal to 0 to n minus 1 എന്ന് പറഞ്ഞാൽ അതിനെ നമ്മളൊന്ന് സമ്മേഷൻ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം എന്ത് വരും? i equal to 0 ആണ്. സോ z minus z naught raised to 0 1 divided by s minus z naught raised to 0 plus 1. അപ്പോൾ s minus z naught മാത്രമേ ഡിനോമിനേറ്ററിൽ ഉണ്ടാവുള്ളൂ. സോ f of s by s minus z naught into ds പ്ലസ് സെക്കൻഡ് ടേം എന്ത് വരും? i equal to 1 കൊടുക്കുക. സോ z minus z naught raised to 1 by s minus z naught raised to 2. സോ z minus z naught നമ്മൾ വിത്ത് റെസ്പെക്ട് ടു s ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ z-ഉം z0 ഒക്കെ എന്താണ്? ഇൻ്റഗ്രേഷൻ ഉള്ളിൽ കോൺസ്റ്റൻസ് ആയിട്ട് ബിഹേവ് ചെയ്യും അല്ലേ? വിത്ത് റെസ്പെക്ട് ടു s ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ z-ഉം z0 ഒക്കെ നമുക്ക് പുറത്തെടുക്കാം. സോ z minus z0 by 2 pi I into integral over c naught f of s by s minus z0 square പ്ലസ് എക്സെട്ര പ്ലസ് ഇതുപോലെ അപ് ടു n minus 1 ആണ് ലാസ്റ്റ് ടേം. ഈ സീരീസിൻ്റെ ലാസ്റ്റ് ടേം i is equal to n minus 1 ആണ്. So z minus z0 raised to n minus 1 by 2 pi I into integral over c naught f of s by s minus z0 raised to n into ds പ്ലസ് ഇനി അത് നമ്മൾ സീരീസിനെ എക്സ്പാൻഡ് ചെയ്തതാണ് ഈ n minus 1 ടേംസ് n ടേംസ്. ഇനി സെയിം സീരീസിലെ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് എഴുതിയതിൽ രണ്ടാമത്തെ ടേം ഇല്ലേ, അതായത് 1 by s minus z into z minus z0 raised to n by s minus z0 raised to n, ആ ടേം അത് ഇൻറ്റു എഫ് ഓഫ് സെഡ് 1 by 2 pi I, ആ ടേം ആണ് റോ എൻ ഓഫ് സെഡ് ആയിട്ട് എടുക്കുന്നത്. സോ റോ എൻ ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു z minus z0 raised to n ഇൻറ്റു, കാരണം അത് ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ വരേണ്ട കാര്യമില്ല, അത് വിത്ത് റെസ്പെക്ട് ടു എസ് ആണ്. So z minus z0 raised to n by 2 pi I into integral over c naught f of s into z, അത് നമ്മൾ പുറത്തെടുത്തു, ഡിവൈഡഡ് ബൈ s minus s0 raised to n into z minus z0. ഓക്കെ, ആ f of z is equal to എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയില്ലേ ഇക്വേഷൻ 3-ലെ ഫസ്റ്റ് എക്സ്പ്രഷനിൽ നമ്മൾ f of z is equal to എന്ന് പറഞ്ഞിട്ട് f of s into ഒരു സമ്മേഷനും പിന്നെ ഒരു ടേം ഇല്ലേ, അതിലെ സമ്മേഷൻ നമ്മൾ ആദ്യം എക്സ്പാൻഡ് ചെയ്തിട്ട് n minus 1 ടേംസ് ആക്കി എഴുതി. ഇനി ആ എക്സ്പാൻഷനിലെ രണ്ടാമത്തെ ടേം ഇല്ലേ, സീരീസ് കഴിഞ്ഞിട്ടുള്ള ഒരു സിംഗിൾ ടേം, ആ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതാണ് റോ എൻ ഓഫ് സെഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ തേർഡ് നോക്കുക. ഇക്വേഷൻ തേർഡിലെ സെക്കൻഡ് എക്സ്പ്രഷൻ f of z is equal to 1 by 2 pi I into integral over c naught f of s by s minus z0 ds. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? അതിന് നമുക്ക് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എക്സ്പാൻഷൻ ഇല്ലേ, ഹയർ ഓർഡർ, അപ്പം അത് കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ 4 കഴിഞ്ഞിട്ടുള്ളത് വി നോ ദാറ്റ് ബൈ ഇൻ്റഗ്രൽ ഫോർമുല 1 by 2 pi I into integral over c naught f of s by s minus z0 raised to n plus 1 ds is fn of z0 by n factorial. അതാണ് ഇൻ്റഗ്രൽ ഫോർമുല. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ടേമിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാം? അവിടെ ഫസ്റ്റ് ടേമിൽ ഇക്വേഷൻ 3-ലെ സെക്കൻഡ് എക്സ്പ്രഷനിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് n ഈക്വൽ ടു 0 ആയിട്ടുള്ള ഈ ഇക്വേഷനിൽ n ഈക്വൽ ടു 0 കൊടുത്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? f0 എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഒന്നും ചെയ്യുന്നില്ല. സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? f of z0 ആണ്. സെക്കൻഡ് ടേം എന്താണ്? z minus z0 ഇൻറ്റു 1 by 2 pi I integral over f of s by s minus z0 സ്ക്വയർ അല്ലേ. സോ അത് ഇൻ്റഗ്രൽ ഫോർമുലയിൽ n ഈക്വൽ ടു 1 കൊടുത്താൽ കിട്ടുന്നതാണ്. സോ ആ ടേം എന്ത് വരും? z minus z0 കീപ്പ് ചെയ്യുക, ബാക്കിയുള്ളത് ആക്ച്വലി f dash of z0 ആണ്. സോ ഈ ഇൻ്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യുമ്പം യു വിൽ ഗെറ്റിംഗ് ദിസ് z minus z0 by 1 factorial into f dash of z0 ലൈക്ക് ദാറ്റ് പ്ലസ് റോ എൻ ഓഫ് z. അപ്പം n minus 1 വരെ അത് ട്രൂ ആണ്, പ്ലസ് റോ എൻ ഓഫ് z. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ആ ഒരു സീരീസ് ഫോമിലേക്ക് കിട്ടി. പക്ഷേ ഈ സീരീസ് കൺവേർജ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? nth ടേം റോ എൻ ഓഫ് z എന്തായിരിക്കണം?
ലിമിറ്റ് സീറോയിലേക്ക് പോകണം, എങ്കിലാണ് ഈ സീരീസ് കൺവേർജ് ചെയ്യുള്ളൂ. ആ റിമൈൻഡർ ടേം അല്ലേ, നമ്മൾ മുന്നേ പഠിച്ചു, ഒരു സീരീസ് എടുത്താൽ അതിൻ്റെ റിമൈൻഡർ ടേം എങ്ങോട്ടേക്ക് പോകണം, സീറോയിലേക്ക് ലിമിറ്റ് ചെയ്താലാണ് അതിൻ്റെ സമ്മ. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ കൺവേർജൻസ് ഓഫ് സീരീസിൽ കണ്ടു, റിമൈൻഡർ യൂസ് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട്. സോ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി റോ n ഓഫ് z ഇസ് ഈക്വൽ ടു 0. അതിൽ ക്യാപിറ്റൽ n അല്ല, സ്മോൾ n തന്നെയാണല്ലോ. ഓക്കെ, സോ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി റോ n ഓഫ് z ഇസ് ഈക്വൽ ടു 0. അതും കൂടി നമുക്ക് പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡ് z മൈനസ് z നോട്ട് ഇസ് ഈക്വൽ ടു r. ദേ മോഡ് z മൈനസ് z നോട്ട് ഇസ് ഈക്വൽ ടു r. ആ ഡിസ്റ്റൻസ് നമ്മൾ r ആയിട്ട് എടുത്തു, റേഡിയസ് ഫിഗർ എന്നാണ്, വിച്ച് ഇസ് ഈക്വൽ ടു r. ഇനി ക്ലിയർലി r ലെസ് ദാൻ r നോട്ട് ആണ് നമ്മൾ എടുത്തിരിക്കുന്ന r, കാരണം z നമ്മൾ c നോട്ടിന്റെ ഉള്ളിൽ ഒരു പോയിന്റ് ആയിട്ട് എടുത്തത്. സോ z മൈനസ് z നോട്ടിന്റെ ആ ഡിസ്റ്റൻസ് വിച്ച് ഇസ് വി ഹാവ് ടേക്കൺ ഇറ്റ് ആസ് r വിൽ ബി ലെസ് ദാൻ r നോട്ട്, റൈറ്റ്. സോ r നോട്ട് മൈനസ് r എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, സോ r ഇസ് ലെസ് ദാൻ r നോട്ട്, റൈറ്റ്. ഇനി എസ് എന്ന് പറയുന്നത് ഇസ് എ പോയിന്റ് ഓൺ സി നോട്ട്, സർക്കിളിന്റെ മുകളിലുള്ള ഒരു പോയിന്റ് ആണ് എസ് എന്ന് വിചാരിക്കുക. ദെൻ മോഡ് എസ് മൈനസ് സെഡ് ഇസ് ഈക്വൽ ടു മോഡ് എസ് മൈനസ് സെഡ് നോട്ടിനെ സബ്ട്രാക്ട് ചെയ്യാൻ ആഡ് ചെയ്യുകയും ചെയ്തു, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അറിയാലോ, മോഡ് z1 മൈനസ് z2 ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു മോഡ് ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് മോഡ് z1 മൈനസ് മോഡ് z2. ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഇൻഇക്വാലിറ്റി ഉണ്ട്. സോ apply that. So absolute value of mode s minus z naught minus z minus z naught which is equal to, ഇനി s minus z naught എന്താണ്, which is r naught. ഫിഗറിൽ s എന്ന് പറയുന്നത് c നോട്ടിലെ ഒരു പോയിന്റ് ആണ്. സോ s minus z naught എന്ന് പറയുന്ന റേഡിയസ് തന്നെ വരും r naught. മൈനസ് z minus z naught എന്താണ്, r ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തത്. സോ r naught മൈനസ് r. സോ മോഡ് s minus z is greater than or equal to r naught minus r. ഇനി സപ്പോസ് m എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് f ഓഫ് z ആണെന്ന് വിചാരിക്കാം. വി ഹാവ് ടേക്കൺ ലൈക്ക് ദാറ്റ് ഓൺ c നോട്ട്. അറിയാലോ, f എന്ന് പറയുന്നത് ഇസ് എ അനലിറ്റിക് ഫംഗ്ഷൻ ആണ്, ബൗണ്ടഡ് ഡൊമൈൻ. സോ അതും ബൗണ്ടഡ് ആയിരിക്കും. സോ അതിനൊരു മാക്സിമം വാല്യൂ ഉണ്ടായിരിക്കും. ആൻഡ് അനലിറ്റിക് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു, മാക്സിമം വാല്യൂ എപ്പോഴും എവിടെയായിരിക്കും, അതിൻ്റെ ബൗണ്ടറിയിലായിരിക്കും. സോ ഇറ്റ് വിൽ ഹാവ് എ മാക്സിമം വാല്യൂ on c naught and let it be capital M. maximum modulus principle വെച്ചിട്ട് capital M ആയിരിക്കും അതിൻ്റെ maximum value. So mod f of s by s minus z naught raised to n, അതാണ് rho n ന്റെ ഇക്വേഷൻ ആണത്. rho ന്റെ ഇന്റഗ്രലിന്റെ ഉള്ളിലുള്ളതാണ് f of s by s minus z naught raised to n. അപ്പോൾ അതിനെ തന്നെ നമ്മൾ എടുത്തു, which is less than equal to f of s ന്റെ maximum ആണ് capital M. So divided by s minus z naught എന്താണ്, s minus z naught is r naught. So r naught raised to n into s minus z, absolute value of s minus z is greater than or equal to r naught minus r. So 1 by s minus z is less than or equal to 1 by r naught minus r. So we got a bound. Now mod rho n of z is equal to mod z minus z naught raised to n by 2 pi I into that integral, which is equal to z minus z naught raised to n you can take out. Absolute mod z minus z naught raised to n by 2 pi. Absolute value of I is 1, so 2 pi into absolute modulus of integral over c naught, that thing, which is less or equal to, using ml inequality. ഒരു ബൗണ്ട് നമുക്ക് ഓൾറെഡി ഉണ്ട്, ലെങ്ത് ഓഫ് ദ ഇന്റഗ്രൽ c നോട്ടിന്റെ ലെങ്ത് 2 pi r naught, ml inequality. So m into r naught divided by r naught minus r into മുകളിലൊരു r ഉണ്ട്, താഴെ ഒരു r naught ഉണ്ട്, പവർ സെയിം. സോ r by r naught raised to n. ഇനി r is less than r naught. ഇവിടെ r is less than r naught. സോ r by r naught എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും. സോ ഇറ്റ്സ് പവർ n tends to 0 as n tends to infinity. Okay, r by r naught is a quantity less than 1. So it tends to infinity. Its power tends to infinity as n tends to infinity. So rho n of z is bounded by a sequence which converges to 0. So by comparison test, rho n of z also converges to 0. So we proved the
തിയറം. ഇനി വേറൊരു കൈൻഡ് ഓഫ് സീരീസ് ഉണ്ട് വിച്ച് ഇസ് കോൾഡ് മക്ലോറിൻ സീരീസ്, വിച്ച് ഇസ് ആക്ച്വലി ടൈലർ സീരീസ്. പക്ഷെ ആ സെറ്റ് നോട്ട് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ സെയിം ടൈലർ സീരീസ് അവിടെ സെറ്റ് നോട്ട് ഇസ് ഈക്വൽ ടു 0 കൊടുത്താൽ കിട്ടുന്ന സീരീസ് ആണ് മക്ലോറിയൻ സീരീസ്. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ഫോർ മക്ലോറിയൻ സീരീസ്, അപ്പോൾ പെർട്ടിക്കുലർ ആയിട്ട് നമുക്ക് ആ തിയറത്തിന് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം, എഫ് ഓഫ് സെഡ് മസ്റ്റ് ബി അനലിറ്റിക് അറ്റ് 0. അപ്പം എല്ലാ ഫംഗ്ഷനും മക്ലോറിയൻ സീരീസ് എക്സിസ്റ്റ് ചെയ്യില്ല. ഇഫ് ദാറ്റ് ഫംഗ്ഷൻ ഇസ് അനലിറ്റിക് അറ്റ് 0 then it will have a Maclaurin series. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആക്ച്വലി ടൈലർ സീരീസും മക്ലോറിൻ സീരീസും കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിൾ ആണ്, കാരണം നിങ്ങൾ ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മാത്രം മതി. സോറി. So problem 4, obtain the Taylor series representation for 1 by z about z is equal to 1, z is equal to 2 and z is equal to I. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 1 by z ഒരിക്കലും നമുക്കൊരു മക്ലോറിൻ സീരീസ് റെപ്രസെൻറ്റേഷൻ കിട്ടില്ല, കാരണം 1 by z is not analytic at 0. പക്ഷേ it will have a Taylor series about, അതായത് ഇവിടെ സെറ്റ് നോട്ട് സെൻറ്റേഴ്സ് തന്നിട്ടുണ്ട് 1, 2, I. അപ്പോൾ വേറൊരു ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ z is equal to 1 നമുക്ക് അറൗണ്ട് z is equal to 1, അതായത് ഇവിടെ സെറ്റ് നോട്ട് സെൻറ്റർ ആണ്, സെറ്റ് നോട്ട് is equal to 1. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഡിസ്കിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ആ ഡിസ്കിന്റെ ഉള്ളിൽ ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആയിരിക്കണം. അപ്പോൾ 0 എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള ഡിസ്ക് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. f of z is analytic in every domain not containing z is equal to 0. അതായത് z is equal to 0 കണ്ടെയ്ൻ ചെയ്യാത്ത എല്ലാ ഡൊമൈനിലും നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? അനലിറ്റിക് ആയിരിക്കും. സോ നമ്മൾ ചൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ആ റേഡിയസ് 1, 2, 1 അതുപോലെ നമ്മൾ റേഡിയസ് ചൂസ് ചെയ്താൽ മതി അല്ലേ. സോ മോഡ് z minus 1 സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ചൂസ് ചെയ്താൽ മതി. അതായത് 1 സെൻറ്റർ ആയിട്ടുള്ള ഡിസ്ക്, റേഡിയസ് 1 ആണ് ബട്ട് സ്ട്രിക്ട്ലി ലെസ് ദാൻ 1, അപ്പോൾ 0 ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. സോ അങ്ങനത്തെ നമ്മൾ ഡിസ്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്തുണ്ടാവും? സോ R0 നമ്മൾ ചൂസ് ചെയ്യണം സച്ച് ദാറ്റ് ആ ഡിസ്കിന്റെ ഉള്ളിൽ ഫംഗ്ഷൻ അനലിറ്റിക് ആയിരിക്കണം. അത് നമ്മുടെ ചോയ്സ് ആണ്. സോ ഇപ്പോൾ ഇത് 1 തന്നെ ആവണമെന്നില്ല, ഹാഫും ആകാം. R0 ഇവിടെ 1, പക്ഷെ നമുക്ക് മാക്സിമം ടൈലർ സീരീസ് എക്സ്പാൻഷൻ കിട്ടുന്ന എവിടെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. മാക്സിമം ബിഗർ ഡിസ്ക് സച്ച് ദാറ്റ് ഇൻ ദ ഡിസ്ക് ഫംഗ്ഷൻ ഇസ് അനലിറ്റിക്. അപ്പം സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ z is equal to 1 എന്ന് പറയുമ്പോൾ സെറ്റ് നോട്ട് is 1, R0 is 1. ഇനി f of z is 1 by z, f dash of z എന്താണ്? minus 1 by z square, f double dash of z അതിനെ കീപ്പ് ഓൺ ഡിഫറൻഷിയേറ്റിംഗ്. ഇനി നമുക്ക് വേണ്ടത് f of z നോട്ട്, ടൈലർ സീരീസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം f of z നോട്ട് പ്ലസ് f dash of z നോട്ട് by 1 factorial into z minus z നോട്ട്, അങ്ങനെ. സോ നമുക്ക് ഫസ്റ്റ് f of 1 വേണം, which is 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. f dash of 1 എന്താണ്? സെയിം ഇതിൽ z equal to 1 കൊടുക്കുക. f double dash of 1 z equal to 1 കൊടുക്കുക. സിമിലർലി അടുത്ത സീരീസ് എഴുതണമെങ്കിൽ about 2 എഴുതണമെങ്കിൽ f of 2 വേണം, അവിടെ z നോട്ട് 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് z is equal to I, പ്രോബ്ലം 4 തന്നെ തേർഡ് പാർട്ട് z is equal to I ആണ്. സോ അതിനനുസരിച്ച് അത് നിങ്ങൾ പ്ലോട്ട് ചെയ്ത് നോക്കിയാൽ മതി. z മൈനസ് I എന്ന് പറയുന്നത് y ആക്സിസിലെ 1 യൂണിറ്റ് ആണ്. സോ അവിടെയും റേഡിയസ് 1 ആണെങ്കിലാണ് 0 എക്സ്ക്ലൂഡ് ചെയ്യുള്ളൂ. സോ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ടൈലർ സീരീസ്. ഓക്കെ, നൗ സെക്കൻഡ് പ്രോബ്ലം 5, e raised to z is equal to sigma n equal to 0 to infinity z raised to n by n factorial. സോ നമുക്കതിനൊരു മാക്ലോറിയൻ സീരീസ് റെപ്രസെൻറ്റേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ നമുക്കറിയാം e raised to z എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ, ഇറ്റ്സ് ആൻ എൻറ്റയർ ഫംഗ്ഷൻ, എല്ലായിടത്തും അനലിറ്റിക് ആയിരിക്കും. സോ നമുക്ക് ഏത് ഡിസ്ക് വേണമെങ്കിലും എടുക്കാം അല്ലെ. മോഡ് R0 നമുക്ക് ആ റേഡിയസിന് ഇൻഫിനിറ്റി ആയിട്ട് തന്നെ ചൂസ് ചെയ്യാം. സോ f of z, f dash of z എല്ലാം e raised to z തന്നെയാണ്. പക്ഷെ നമ്മൾ മാക്ലോറിൻ സീരീസ് ആയതുകൊണ്ട് z നോട്ട് 0 ആണ്. സോ f of 0, e raised to 0, 1 എല്ലാം 1 ആയിരിക്കും. സോ യു വിൽ ഗെറ്റ് ദ സീരീസ്. വെരി സിമ്പിൾ. പ്രോബ്ലം 6, show that Maclaurin series representation of sin z is the given thing. സോ എന്ത് ചെയ്യാം? sin z എൻറ്റയർ ഫംഗ്ഷൻ ആണ്. സോ എല്ലായിടത്തും അനലിറ്റിക് ആണ്. സോ Maclaurin series 0 അനലിറ്റിക് ആണ്. സോ Maclaurin series എക്സിസ്റ്റ് ചെയ്യും. സോ എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് പോവുക. f of 0, f dash of 0 ഒക്കെ കണ്ടുപിടിക്കുക, സിംപ്ലിഫൈ ചെയ്യാം. അടുത്തത് 1 by 1 minus z. സോ ഇത് ഈ ഒരു സീരീസ് ജോമെട്രിക് സീരീസ് ആണിത്. അത് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എവിടെയാണ് പ്രോബ്ലം ഉള്ള പോയിന്റ് z is equal to 1 ആയാൽ നമുക്ക് എന്ത് പറ്റും? z is equal to 1 ആകുമ്പോൾ
analytic alla. So f of z is analytic in every domain not containing 1, and hence its analytic mod z less than 1. Mod z less than 1 ൽ 1 ഇല്ല, so ആ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. സോ മക്ലോറിൻ സീരീസ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എഫ് ഓഫ് സീറോ എഫ് ഡാഷ് ഓഫ് സീറോ കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So I think you can do the rest of the problems which include this concept. Okay, just differentiate ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ ടൈലർ സീരീസ് ആണ് തന്നിരിക്കുന്ന പോയിന്റ് ആണ് സെഡ് നോട്ട്, അതിനനുസരിച്ച് എഫ് ഓഫ് സെഡ് നോട്ട് എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് കാണുന്നു. മക്ലോറിൻ സീരീസ് ആണെങ്കിൽ അറൌണ്ട് 0. Okay, so I hope it is clear. Please go through this, and if you have any doubt, please let me know. Okay, thank you.